ആകാശിന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയും കണ്ണുകളിലെ കുസൃതി തിളക്കവും കാത്തുസൂക്ഷിക്കാൻ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ മാത്രം പോരാ. പണമാണ് ഇന്ന് ഈ കുസൃതി കുടുക്കയുടെ ജീവൻ നിലനിർത്തുന്നത്. നന്നമുക്ക് മൂക്കുതല പിടാവനൂർ പൂവത്തൂർ ബാബു ബീന ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് 4 വയസ്സുകാരനായ ആകാശ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന അപൂർവം രോഗത്തിനടിമയാണ് ആകാശ്. ഈ കുരുന്നിന് 3 വയസ്സുള്ളപ്പോഴാണ് അപ്പൻഡിക്സിന്റെ രൂപത്തിൽ രോഗം കടന്നുവരുന്നത്. അസഹ്യമായ വേദനയെ തുടർന്നാണ് ആകാശിനെ ചങ്ങരോണം അറഫയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ നടന്ന പരിശോധനകളിൽ അപ്പൻഡിക്സ് കണ്ടെത്തിയതോടെ വിദഗ്ധ പരിശോധനയ്ക്കായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. 3 ദിവസം ജൂബിലിയിൽ കിടക്കേണ്ടി വന്നു. ജൂബിലിയിലെ പരിശോധനകളിൽ ഉള്ളിൽ മലം കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തി. വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ജൂബിലിയിലെ ഡോക്ടർമാർ നിർബന്ധിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് നിർദ്ദേശിച്ചത്. എന്നാൽ തങ്ങളുടെ പൊന്നോമനയുടെ ചുണ്ടിലെ പുഞ്ചിരി മായാതിരിക്കാൻ വിദഗ്ധ ഡോക്ടർമാരുള്ള അമല ഹോസ്പിറ്റലിലേക്കാണ് ബാബുവും ബീനയും ആകാശിനെ എത്തിച്ചത്. അമല ഹോസ്പിറ്റലിലെ വിദഗ്ധ പരിശോധനകളിൽ അപ്പൻഡിക്സ് പൊട്ടി കുടലിൽ ബാധിച്ചതായി കണ്ടെത്തി. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 3 വയസ്സുകാരനായ ആകാശിനെ ഓപ്പറേഷന് വിധേയനാക്കി. വിരൽ നീളത്തിൽ കുടൽ മുറിച്ചു നീക്കേണ്ടതായി വന്നു. അതോടെ തങ്ങളുടെ മകന്റെ ദുർവിധി അവസാനിച്ചു എന്ന ആശ്വാസത്തിൽ ഇവർ ആകാശമായി തിരികെ വീട്ടിലെത്തി. എന്നാൽ ഈ ആശ്വാസം അധിക ദിവസം നീണ്ടുനിന്നില്ല. 15 ദിവസം കഴിഞ്ഞപ്പോൾ അവന് 5ാം പനിയുടെ രൂപത്തിലാണ് ഈശ്വരൻ അടുത്ത പരീക്ഷണം ഒരുക്കിയത്. വീണ്ടും ബാബുവും ബീനയും ആകാശുമായി അമലയിലെത്തി. തുടർന്ന് നടന്ന പരിശോധനയിൽ ലെൻസിൽ പഴുപ്പ് കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തി. ഒപ്പം ന്യൂമോണിയ ബാധിക്കുകയും ചെയ്തു. 2 ആഴ്ചയോളം മരുന്ന് നൽകി നോക്കിയെങ്കിലും രോഗം കുറയാത്തതിനെ തുടർന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. 3 പ്രാവശ്യമാണ് ഇതേ രോഗത്തിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്. 35 ദിവസത്തോളം ഐസിയുവിൽ നഴ്സുമാരുടെ പ്രത്യേക മേൽനോട്ടത്തിലാണ് ആകാശ് കഴിഞ്ഞുകൂടേണ്ടി വന്നത്. തുടർന്ന് രോഗം കുറഞ്ഞ ആകാശിനെ ഐസിയുവിൽ നിന്ന് തൊട്ടടുത്തുള്ള റൂമിലേക്ക് മാറ്റിയെങ്കിലും പനിയില്ലാതെ ഫിക്സ് വന്നത് ഈ മാതാപിതാക്കളെയും ഡോക്ടർമാരെയും ആശങ്കയിലാക്കി. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ കുരുന്നിന്റെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷിയില്ലെന്ന് കണ്ടെത്തിയത്. 1000-ലോ 10,000-ലോ അല്ല, ലക്ഷത്തിൽ ഒരുവനുണ്ടാകാവുന്ന അപൂർവ രോഗത്തിന് അടിമയാണ് തന്റെ മകനെന്ന തിരിച്ചറിവ് ബാബുവിനെയും ബീനയെയും തളർത്തി. രക്തത്തിൽ അമിതമായ രീതിയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതാണ് ഈ രോഗത്തിന് കാരണം. ജീവിതകാലം മുഴുവൻ മരുന്നിന് അടിമപ്പെട്ടു കഴിയുക എന്നതാണ് ജീവൻ നിലനിർത്തുവാനുള്ള ഏക പോംവഴി. എന്നാൽ ഈ മരുന്നിന്റെ വിലയാകട്ടെ ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ്. 18,000 രൂപയ്ക്ക് മുകളിൽ നോർമൽ ഹ്യൂമൻ ഹീമോഗ്ലോബിൻ ഇഞ്ചക്ഷന് ചിലവ് വരും. ഒരു സാധാരണ പെയിന്റിംഗ് തൊഴിലാളിയായ ബാബുവിന് ഈ ചിലവ് താങ്ങാവുന്നതിലും അധികമാണ്. ആകാശിന് ജീവിതകാലം മുഴുവൻ ഈ ചികിത്സ തുടർന്ന് കൊണ്ടുപോകേണ്ടതിനാൽ ഡോക്ടർമാർ ഇടപെട്ട് മരുന്ന് കമ്പനികളുമായി സംസാരിച്ചതിനാൽ പകുതിയോളം വിലയ്ക്കാണ് മരുന്ന് നൽകുന്നത്. ഓരോ 21ാം ദിവസത്തിലും അമലയിലെത്തുന്ന ആകാശിന് 5.5 മണിക്കൂർ സമയമെടുത്താണ് മരുന്ന് കുത്തിവെക്കുന്നത്. ആ സമയമത്രയും ഐസിയുവിലെ നഴ്സുമാരോടും ഡോക്ടർമാരോടും ഇണങ്ങിയും പിണങ്ങിയും അവൻ കഴിയും. നിത്യസന്ദർശകനായതിനാൽ അമലയിലെ നഴ്സുമാരുടെ പൊന്നുണ്ണിയാണിവൻ, കുസൃതി കുരുന്നാണിവൻ. ബാബുവിനും ബീനയ്ക്കും 4 മക്കളാണ് ഉണ്ടായിരുന്നത്. 2 പേർ ഇതേ രോഗം പിടിപെട്ടാണ് മരണമടഞ്ഞത്. ബാബുവിന് തറവാട്ടു സ്വത്തിൽ നിന്ന് ലഭിച്ച 6 സെന്റ് ഭൂമി വിറ്റാണ് ഇവരെ ചികിത്സിച്ചതെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 17 വർഷത്തോളമായി ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ആകാശിനെ പാർപ്പിക്കാനാവില്ല. അതിനാൽ തന്നെ കല്യാണം പോലെയോ ഉത്സവങ്ങൾ പോലെയോ ഉള്ള പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കാനുമാകില്ല. 3 മാസത്തോളം ആകാശിനെ മുറിക്കുള്ളിൽ ബീന പൂട്ടിയിട്ട് കാവലിരുന്നു. എന്നാൽ തന്റെ പ്രായമുള്ള കുട്ടികൾ പൂമ്പാറ്റകളെ പോലെ പാടി നടക്കുന്നത് ആകാശിന്റെ കുരുന്നു മനസ്സിനെ വേദനിപ്പിച്ചു. ഇടയ്ക്കൊക്കെ ബീനയുടെ കണ്ണുവെട്ടിച്ച് ഇവൻ പുറത്തു ചാടും. അല്പനേരം കളിച്ചാൽ ജ്യേഷ്ഠൻ അശ്വിൻ അവനെ തിരികെ വീട്ടിലെത്തിക്കും. 4 സെന്റ് ഭൂമി ഇവർക്കുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ വർഗത്തിലും വിശ്വസിക്കാതെ ആരും ഒരു വീട് നൽകില്ല. നിരവധി തവണ പഞ്ചായത്തിന്റെ പടികൾ കയറിയിറങ്ങിയിട്ടും ഒരു ഭരണാധികാരിയും ഇവരോട് കനിവ് കാട്ടിയില്ല. സ്വന്തമായൊരു വീടുണ്ടെങ്കിൽ വാടക ഇനത്തിലെ പണമെങ്കിലും ലാഭിക്കാൻ കഴിയും. ആ തുക കൂടി ആകാശിന്റെ ചികിത്സയ്ക്കായി മാറ്റിവെക്കാൻ കഴിയുമെന്നാണ് ഇവർ കരുതുന്നത്. ഇതിനോടകം തന്നെ പലിശക്കെടുത്തും മറ്റും നിരവധി കടം വരുത്തിയാണ് ആകാശിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാബു പെയിന്റിംഗ് പണിയിലൂടെയും ബീന കുടുംബശ്രീയിലൂടെയും മറ്റും പണം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭാരിച്ച ചിലവുകൾക്കൊപ്പം കുന്നോളം കടവും വർദ്ധിക്കുകയാണ്. ആകാശിന്റെ ചികിത്സയ്ക്ക് മുടക്കം വരുത്തുകയോ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തിൽ താമസിപ്പിക്കുകയോ ചെയ്താൽ പ്രതിരോധശേഷി ഇല്ലാത്തതിനാൽ നിരവധി രോഗങ്ങളും കടന്നുകൂടാം. ഒപ്പം ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും. അതിനാൽ തന്നെ കടം പേറിയാലും ചികിത്സ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവർ.
നാട്ടുകാരായ നിരവധി പേർ പലപ്പോഴായി സഹായിച്ചിട്ടുമുണ്ട്. ഈ കുരുന്നുമുഖത്തെ പുഞ്ചിരി മായാതിരിക്കാൻ, ഈ കുസൃതി കണ്ണുകളിലെ തിളക്കം മങ്ങാതിരിക്കാൻ ഇനിയും സുമനസുകളുടെ സഹായം ഇവർക്ക് കൂടിയേ തീരൂ. ഇത് നമ്മുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. നമ്മൾ നൽകുന്ന ചെറിയ സംഖ്യകൾ ഇവർക്കേറെ സഹായകരമാവും. നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ മാതാപിതാക്കൾ. ഇവർക്ക് സഹായങ്ങൾ എത്തിക്കാനായി ചങ്ങരകുളം SBTയിൽ ബീനയുടെ പേരിലുള്ള അക്കൗണ്ടിൽ തുക നൽകാം. അക്കൗണ്ട് നമ്പർ 6723620248, IFSC നമ്പർ SBTR 000643. ഓർക്കുക, ഈ കുടുംബം നിങ്ങളുടെ കനിവിനായി കാത്തിരിക്കുകയാണ്.